അറിയാത്തതിനെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സത്യക്രിസ്ത്യാനികൾ. ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സംവാദം നമുക്ക് വളരെ പരിചിതമാണ്. ശമരിയക്കാരി സ്ത്രീയും യേശുവുമായുള്ള ഈ സംവാദം. അതിൽ അനേകം അമർത്യമായ അറിവുകൾ, അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് ഇതിന് മുൻപും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായുള്ള ഒരു ചിന്ത എന്ന നിലയിൽ എന്നാൽ ഞാൻ ഇതുവരെ പരിഗണിക്കാതിരുന്ന ഒരു വിഷയം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഇവരുമായി പങ്കിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. യേശു ശമരിയക്കാരി സ്ത്രീയോട്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്ന നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പോൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക. ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം. നമ്മുടെ ഇടയിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കുമെങ്കിൽ ഇപ്രകാരമുള്ള ഒരു ശ്രദ്ധയല്ല. ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നത് നമുക്ക് പ്രശ്നമേ അല്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആരാധന എപ്രകാരമായിരിക്കണം. ആരാധനയ്ക്ക് അതിൻ്റേതായ ഒരു മുറയുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ഒരു ക്രമമുണ്ട്, ഒരു തോതുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ അവയൊന്നും അല്പം പോലും തെറ്റിക്കാതെ അതുപോലെ നിർവഹിക്കുക. അത് ഉറപ്പാക്കേണ്ടതിന് അതിനുവേണ്ടി പരിശീലനം പ്രാപിച്ച പ്രൊഫഷണലായിട്ടുള്ള അറിവും പരിചയവും ചുമതല ബോധവുമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കൂട്ടം എക്സ്പേർട്സ്, അവരെ പുരോഹിതന്മാർ എന്ന് പറയുന്നു. അപ്പം ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറിവിൽ പുരോഹിതന്മാർ കാർമ്മികത്വം ഏറ്റെടുത്ത് നടത്തുന്നതാണ് ആരാധന. എന്നാൽ ഇത് യേശുവിൻ്റെ കാഴ്ചപ്പാടുമായി വല്ല ബന്ധവുമുണ്ടോ? അത് നമുക്ക് പ്രശ്നമല്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഈ ഒരു വെളിപ്പെടുത്തൽ 2000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണെങ്കിലും അതിപ്പോൾ ഞാനത് പരാമർശിക്കുമ്പോൾ അത്ഭുതപ്പെടാൻ സാധ്യതയുണ്ട്. ആരാധിക്കുന്നവരുടെ അവസ്ഥയാണ് ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അല്ലെങ്കിൽ ഘടകം എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ ഒരു സമ്മേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിൻ്റെ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. 24-ാമത്തെ വാക്യം. ഞാൻ 21, 22, 23 വാക്യങ്ങളാണ് വായിച്ചത്. 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. അപ്പോൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുമ്പോൾ യാതൊരു സംശയവുമില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ ഊന്നൽ കൊടുക്കേണ്ടത് ആരാധനാക്രമത്തിനല്ല, ആരാധിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ അവസ്ഥയിലാണ്.
ക്രമത്തിലല്ല, അവസ്ഥയിലാണ് ആരാധനയുടെ മർമ്മം അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ ഉപേക്ഷിച്ചിട്ട് നൂറ്റാണ്ടുകളായി. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചില ആത്മീയ അറിവുകളെ ഒന്ന് വീണ്ടെടുക്കുക എന്നതാണ് നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ അപകടം, തെറ്റിദ്ധാരണകൾ, അതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ എന്താണ് എന്ന് അല്പം ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. നാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു. ശബത്ത് നാൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഞായറാഴ്ച തന്നെയാണോ ശബത്ത് എന്നതിനെപ്പറ്റി വിവാദമുണ്ട്. ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ശബത്തായി ആചരിക്കുമ്പോൾ യഹൂദന്മാർ അങ്ങനെയല്ല, മുസ്ലിങ്ങൾ മറ്റൊരു ദിവസമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആരാധനയെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ, പൊതു ആരാധന, അതിൻ്റെ കാർമ്മികത്വം, അതിനുവേണ്ടി നല്ല പരിശീലനം പ്രാപിച്ച കഴിവുറ്റ ആളുകൾ, അവരതിൻ്റെ മുറ തെറ്റിക്കാതെ ഭംഗിയായി നടത്തുവാൻ പര്യാപ്തരായ ആളുകൾ ആയിരിക്കണം. ഒന്ന്. രണ്ട്, നിശ്ചിതമായ സ്ഥലത്തായിരിക്കണം. ഇന്ന സ്ഥലത്തായിരിക്കണം ആരാധന നടക്കേണ്ടത്. നമ്മൾ ദേവാലയം എന്ന് പറയുന്നു, അല്ലെ പള്ളി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിംസ് മോസ്ക് എന്ന് പറയുന്നു, ഹിന്ദുക്കൾ അമ്പലങ്ങൾ എന്ന് പറയുന്നു, സർദാർജികൾ, സിഖുകാർ ഗുരുദ്വാര എന്ന് പറയുന്നു, അങ്ങനെ മറ്റും. അപ്പോൾ ഇന്ന സ്ഥലത്ത്, ഉദ്ദിഷ്ട സ്ഥാനത്ത് ആരാധിക്കുക. അത് ഒരു വലിയ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം പലപ്പോഴും മറന്നു പോവുകയാണ്. പണ്ട് കാലത്ത് പ്രാകൃത മനുഷ്യൻ മാനുഷികമല്ലാത്ത അമാനുഷികമായ എന്താണ് പറയുന്നത്, അസ്തിത്വങ്ങൾ, അൺനാച്ചുറൽ പ്രസൻസ്, സാന്നിധ്യങ്ങൾ ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏകദൈവ വിശ്വാസവും, ഈ ഏകദൈവം സൃഷ്ടികർത്താവാണെന്നും, ദൈവം സൃഷ്ടികർത്താവാണ് എങ്കിൽ സൃഷ്ടിയുടെ എല്ലായിടങ്ങളിലും ഒരുപോലെ ദൈവസാന്നിധ്യം ഉണ്ടാകുന്നതാണ് എന്നും ഉണ്ടാകേണ്ടതാണെന്നും ഉള്ള ഒരാശയം ജനിക്കുന്നത്. പക്ഷേ നാം മതമേഖലയിൽ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ അറിയേണ്ട ഒരു കാര്യം, നാം മതപരമായ ആശയങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരിഷ്കരിക്കപ്പെട്ടു, പുരോഗമിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ വളരെ പ്രാകൃതമായ ഘടകങ്ങളും അംശങ്ങളും അടയാളങ്ങളും മതമേഖലയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് മതമെന്ന് പറയുമ്പോൾ വിശ്വാസവും അന്ധവിശ്വാസവും ഒരുപോലെ, ഒരിക്കലും പരസ്പരം വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോതമ്പും കളയും ഒരേ ഒരു പാടത്ത് വളരുന്നത് പോലെ സ്ഥിതി ചെയ്യുന്നൊരവസ്ഥയാണ്. പക്ഷെ നമ്മുടെ ധാരണ അങ്ങനെയല്ല. മതമെന്ന് പറഞ്ഞാൽ അതിനകം മുഴുവനും വിശുദ്ധമാണെന്നാണ്. യേശു അങ്ങനെ ധരിച്ചിരുന്നേ ഇല്ല. അല്ലെങ്കിൽ യെരുശലേം ദേവാലയം വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് യേശുവിന് തോന്നുമായിരുന്നു. നമുക്കാർക്കും നാം അംഗങ്ങളായിരിക്കുന്ന, നമുക്ക് അംഗത്വമുള്ള പള്ളികൾ, ദേവാലയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം നമ്മുടെ ധാരണ, ഈ കെട്ടിടത്തിനകത്ത് വന്നാൽ കുപ്പായം ഇട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഇത് പരിശുദ്ധമാണ്, അങ്ങനെ അല്ല എന്ന് ചിന്തിക്കുന്നവർ മാത്രം അശുദ്ധരാണ് എന്നാണ് നമ്മുടെ ധാരണ. ഏതായാലും യേശു അങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ക്രമത്തിലല്ല, വിശ്വാസികളുടെ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന വലിയ ഒരു തിരിച്ചറിവ് ഇവിടെ യേശു നൽകുകയാണ്. അപ്പോൾ നാം
മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചില തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങളെപ്പറ്റി അല്പം ഒന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമത്തേത് ഇതാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുക. രണ്ടാമതായിട്ട് അതിനുവേണ്ടി പണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമം അല്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ വളയ്ക്കാതെ അതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക, യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ പൊതു ആരാധനയുടെ ആ രീതിയിൽ അടങ്ങിയിരിക്കുന്ന യാന്ത്രികമായ പ്രവർത്തനങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന രീതിയിലെ യാന്ത്രികത എത്ര കൂടുതലാണ്, രസാവഹമാണ്, നമ്മെ ചിന്തിച്ചാൽ ചിരിച്ചു പോകത്തക്കവണ്ണമുള്ള സ്വഭാവമുള്ളതാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. കാരണം ഈ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞ് എന്ത് ചെയ്താലും അത് ദൈവികമാണ്, അത് വളരെ വളരെ വിമർശനത്തിന് അതീതമാണ് എന്ന് അതിനെപ്പറ്റി ആരും യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചുകൂടാ എന്നൊരു ധാരണയാണ്. എന്നാലും യേശു അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ യേശു നൽകുന്ന ഒരു വലിയ തിരിച്ചറിവ് എന്താണ്? ആരാധനയിൽ പലവിധമായ പ്രശ്നങ്ങൾ, പലവിധമായ അപാകതകൾ, പലവിധമായ അന്ധവിശ്വാസങ്ങൾ മുറ്റി നിൽക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് രണ്ട് വിധത്തിൽ ആരാധന എന്ന അനുഭവത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. ഒന്ന്, അറിയാത്തതിനെ ആരാധിച്ച്. രണ്ട്, അറിയുന്നതിനെ ആരാധിച്ച്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രാഥമികമായ അറിവെന്താണെന്ന് ചോദിച്ചാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടത്, ആരാധനയും അറിവും തമ്മിൽ എപ്പോഴും അനിവാര്യമായ ഒരു ബന്ധമുണ്ടായിരിക്കും. അറിവില്ലാത്ത ആരാധനയല്ല. അതുപോലെ തന്നെ ആരാധനാ സ്വഭാവത്തെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന അറിവല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൽ കൂടെ നാം കൂടുതലായി ദൈവത്തോട്, ജീവിത യാഥാർത്ഥ്യത്തോട്, നിത്യമായ സാധ്യതകളോട് അടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അകലുകയല്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അറിവ് നിഗളിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് നോളജ് പഫ്സ് അപ്പ്. അറിവുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്നേഹമോ സൽഗുണപൂർണ്ണത വരുത്തുന്നു. ലവ് ബിൽഡ്സ് അപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എനിക്ക് ആ ഭാഗമാണ്, ഇംഗ്ലീഷിൽ വേർഷനാണ് എനിക്ക് കുറേ കൂടെ ഇഷ്ടം. ലവ് ബിൽഡ്സ് അപ്പ്. അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ സോറൻ കീർക്കെഗാഡ് എഴുതിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വിശ്വാസികൾ ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ അറിയേണ്ട ഒരു കാര്യം, ആരാധനയും അറിവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ആരാധന കൂടുതൽ അറിവിലേക്കും, കൂടുതൽ അറിവുകൾ കൂടുതൽ അർത്ഥവത്തായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആ അവസ്ഥയുടെ മേന്മ കൂട്ടത്തക്കവണ്ണം ഉള്ളതായിരിക്കണം, അതിനെ സഹായിക്കുന്നതുമാകണം എന്ന ഒരച്ചടക്കമാണ് യേശു ഇവിടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ അറിവും ആരാധനയും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധം അകന്നു പോകുമ്പോഴാണ് അന്ധവിശ്വാസം ഉണ്ടാകുന്നത്. അന്ധവിശ്വാസത്തെ നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും, നിർവചിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ചിന്തയോട് അടുപ്പിച്ച് നിർത്തി, അല്ലെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ അന്ധവിശ്വാസത്തെ നിർവചിക്കുന്നത്, അറിവില്ലാത്ത ആരാധന അന്ധവിശ്വാസത്തിൻ്റെ ആരാധനയാണ്.
ഇപ്പം ഒന്നിനെപ്പറ്റിയും നമുക്കറിവില്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും എന്നാരോ പറഞ്ഞു തന്നു. ഇപ്പോൾ ഇന്ന ഷ്രൈൻ പുണ്യാളൻ്റെ സ്ഥലത്ത് പോയാൽ, ഇപ്പം കേരളത്തിലാണെങ്കിൽ പരിമലയിൽ പോയി നേർച്ചയിട്ടാൽ ഇന്ന ഗുണം കിട്ടും എന്ന ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ, സത്യമുണ്ടോ, അതോ മനുഷ്യൻ്റെ പോക്കറ്റടിക്കാനായിട്ടുണ്ടാക്കിയ കള്ളക്കഥയാണോ എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. അവിടെ പോയി വളരെ ഭക്തിയോടെ കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ പരിമല കൊച്ചു തിരുമേനിയുടെ കവറിലിങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകൾക്ക് ഇതെന്താണെന്ന് ഒരു പിടിയുമില്ല. അവിടെ കൊണ്ട് പണം ഇടണം എന്നതല്ല. ഇത് അന്ധവിശ്വാസം അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ കൂടെയാണ് എല്ലാ സഭകളും ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ മരിച്ചുപോയ ആളിന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നേർച്ച അർപ്പിച്ചാൽ എന്ത് ഗുണം കിട്ടും? ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെ ഗുണം കിട്ടുമെന്ന് പറയുന്ന പുരോഹിതനോട് ചോദിക്കുകയാണ്, അച്ചോ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ കലി പൂണ്ട് നല്ലൊരു ആട്ട് വെച്ച് തരും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് പുരോഹിത വർഗത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ അവരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം അവർ നിങ്ങളെ ശപിച്ച് കളയും. അതിൻ്റെ ഒറ്റ കാരണം മതമേഖലയിൽ മുറ്റി നിൽക്കുന്നത് അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു ശുഭരക്കാരസ്ത്രീയോട് പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഇപ്പോൾ യേശു തന്നെ ലോകത്തിലേക്ക് വന്നു. താൻ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് യേശു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം, ഞാൻ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാനും ലാസറിനെ ഉയർപ്പിക്കാനും 5000 പേർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാനും അല്ല. അതൊക്കെ സംഭവിച്ചു, പക്ഷേ അതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യമോ ദൈവത്തെ വെളിപ്പെടുത്തി തരിക. അതിൻ്റെ ഒരു ഉച്ചകോടിയായിട്ടാണ് ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് യേശു വെളിപ്പെടുത്തുന്നത്. അത് പ്രാർത്ഥനയിൽ കൂടെയാണ് നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം അറിഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നത് എങ്കിൽ അങ്ങ് ദൂരെ എവിടെയോ ഇരിക്കുന്ന ചില സ്ഥലങ്ങളിൽ മാത്രം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ആരാധിക്കേണ്ടത്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ദൈവത്തെ പിതാവെന്നോണം കണ്ട് ആരാധിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമുക്കും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും മധ്യേ ഇടനിലക്കാർക്ക് ഇടമുണ്ടാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഇടനിലക്കാരായ പട്ടക്കാർ വേണം എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതിൻ്റെ ആവശ്യമില്ല. ഇത് വാസ്തവത്തിൽ ഒരിക്കലും വിശ്വാസിക്ക് ആരും വിശദീകരിച്ച് കൊടുക്കുകയുമില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഏതാണ്ട് വലിയ അക്രമത്തിൻ്റെ മാർഗമാണ്, എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവനാണ് എന്നെ ധരിക്കുകയുള്ളൂ. പക്ഷേ യേശു ഇതാണ് പഠിപ്പിച്ചത്, ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അറിവും ആരാധനയും തമ്മിലുള്ള ബന്ധം, നീ അതിൻ്റെ ഒരു പടി കടന്ന് ചിന്തിക്കുമ്പോൾ ഒരു സാർവലൗകികമായ തത്വം, നാം അറിയാത്തതിനെ നമുക്ക് അനുസരിപ്പാൻ സാധ്യമല്ല. കാരണം അനുസരണം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായ ഒരു അവസ്ഥയാണ്. നാം എന്തിനെ അനുസരിക്കുന്നു എന്നത് നാം എന്ത് മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് നടന്ന് കൊല്ലം വരെ പോകും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ന്യായമായും ചോദിക്കും, ഞാൻ എന്തിനാണ് പോകേണ്ടത്? കൊല്ലത്ത് എന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി, നീ ധിക്കാരിയാണ്, നീ നിഷേധിയാണ്, നിന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് ആര് ധൈര്യം തന്നു? നീ ആരാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുക?
ഞാൻ കൊല്ലത്ത് പോകാൻ തയ്യാറാണ്. ഇവിടെ നിന്ന് നടന്ന് കൊല്ലത്ത് പോകാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ എന്തിന് പോകണം, ഞാൻ കൊല്ലത്ത് ചെന്നാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാൻ വയ്യ എങ്കിൽ ഇവിടെ 2 സാധ്യതയുണ്ട്. ഒന്ന്, ഞാൻ പറയും ഇതറിയാത്തിടത്തോളം കാലം എനിക്ക് പോകാൻ പ്രയാസമാണ്, ഞാൻ പോവുകയില്ല എന്ന് പറയുമ്പോൾ അനുസരണക്കേടാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. രണ്ടാമത്, ഞാൻ പോകുന്നു, എന്തിനാണ് പോകേണ്ടത്, അവിടെ ചെന്നാൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ വയ്യാതെ എന്നോട് പോകാൻ പറഞ്ഞു, ഞാൻ പോയി, അത് അനുസരണമാണോ? അതോ അത് അടിമത്തമാണോ? ഇത് വളരെ വ്യക്തമായി ധരിക്കേണ്ട ഒരു വ്യത്യാസമാണ്. അനുസരണവും അടിമത്തവും തമ്മിലുള്ള വ്യത്യാസം അറിവാണ്. കാരണം അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചുമതല ബോധം വ്യക്തിപരമായി ഉപയോഗിച്ച് ഒരു ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിൻ്റെ പേരാണ് അനുസരണം. അതല്ലാത്തതെല്ലാം അടിമത്തമാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മതമേഖലയിൽ അന്ധവിശ്വാസങ്ങൾ മുറ്റുനിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, രണ്ടാമതായിട്ട് എനിക്ക് അവരോടും പറയാനുള്ളത്, മതമേഖലയിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ക്രമീകരണമല്ല, ദൈവത്തോടുള്ള അടിമത്വമാണ് പാലിച്ചുകൊണ്ട് ഇരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ദൈവത്തെ അറിഞ്ഞ് അനുസരിപ്പാനുള്ള അവസരം മതമേഖലയിൽ നന്നേ കുറവാണ്, അല്ല ഒട്ടും തന്നെ ഇല്ല എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി വിശദീകരണം ചോദിച്ചാൽ ചോദിക്കുന്ന ആളുകളെ നിശബ്ദരാക്കത്തക്കോണമുള്ള പ്രതികരണമാണ് മതമേഖലയിൽ നിൽക്കുന്നത് എങ്കിൽ അത് അനുസരണത്തിൻ്റെ അവസ്ഥയല്ല, അടിമത്തത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അറിയാത്തതിനെ നമുക്ക് ആരാധിപ്പാനോ അറിയാത്തതിനെ നമുക്ക് അനുസരിപ്പാനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ സഭാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അതിന് ന്യായമായ ഉത്തരം പറയുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിപ്പീൻ. ബി ഓൾവേസ് റെഡി ടു ഗിവ് എ റീസൺ ഫോർ ദ ഹോപ്പ് ദാറ്റ് ഈസ് ഇൻ യു. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രത്യാശ ഇപ്രകാരമാണ്, ഇപ്പോൾ ഞാൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇത് എന്താണ്? അവിടെ ചെന്നിട്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ മരണാനന്തര ജീവിതം പ്രാപിച്ച് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? ആർക്കും ഒരു ഉത്തരവുമില്ല. സ്വർഗത്തിൽ പോകണം വലിയ ആഗ്രഹമാണ്. അതും വെറും ചുമ്മാതാണ്. വാസ്തവത്തിൽ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരല്ല. ഇവിടെ ഭൂമിയുടെ പരപ്പിൽ ഞാൻ പിറന്നുകൊണ്ട് ഞാൻ മരിച്ചു പോകും. മരണത്തോടുള്ള ഭീതി കൊണ്ട് ആ മരണത്തിൻ്റെ ഭീതിയെ വല്ലവിധേനയും ഒന്ന് കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് എനിക്ക് മരണാനന്തര ജീവിതം, ഞാൻ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് സാറേ? ദയവായി ചിന്തിക്കുക. സ്വർഗത്തിൽ പോകരുതെന്നോ സ്വർഗമില്ല എന്നോ സ്വർഗത്തിൽ പോകുന്നത് അഭികാമ്യമല്ല എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, ദയവായി തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പക്ഷം ഇത്ര മാത്രമേ ഉള്ളൂ. അറിയാത്തതിനെ നാം എങ്ങനെ ആഗ്രഹിക്കും? അറിയാത്തതിനെ നാം എങ്ങനെ അനുസരിക്കും? അറിയാത്തതിനെ നാം എങ്ങനെ ആരാധിക്കും? അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഈ അജ്ഞതയുടെ അടിത്തറയിൽ ഒരു വലിയ സൗധം, ഒരു മണിമാളിക പണിഞ്ഞു വച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് മതം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും, വേദപുസ്തകം എന്ന് പറയും. വേദം എന്ന് പറഞ്ഞാൽ എത്ര ക്രിസ്ത്യാനികൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വേദപുസ്തകം എന്നത് ഹിന്ദു സ്ക്രിപ്ചറിൽ നിന്ന് നാം കടമെടുത്തതാണ്. ഹിന്ദുക്കൾക്ക് 4 വേദങ്ങളുണ്ട്. വേദമെന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് ദൈവികമായ അറിവാകണമെന്നില്ല. വേദമെന്ന് പറഞ്ഞാൽ അറിവ്, നോളജ് എന്നേ അർത്ഥമുള്ളൂ. വേദപുസ്തകം ഏത് പുസ്തകത്തിൽ നിന്നാണോ നമുക്ക് അറിവ് പ്രാപിപ്പാൻ സാധ്യമാകുന്ന അതാണ് വേദപുസ്തകം. എന്നാൽ മതപരമായ മേഖലയിൽ വരുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള അറിവുകൾ,
എന്നാൽ ദൈവത്തെ പറ്റിയുള്ള അറിവുകൾ, മനുഷ്യരെ പറ്റിയുള്ള അറിവുകൾ, സൃഷ്ടിയെപ്പറ്റി ആകമാനമുള്ള അറിവുകളില്ലാതെ പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് ഒരു സമഗ്രമായ അറിവിൻ്റെ ഒരു എൻസൈക്ലോപീഡിയയാണ് വേദപുസ്തകം എന്നത് ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് വേദപുസ്തകം ഉള്ളതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ വേണ്ടതുപോലെ അറിവുണ്ടോ എന്നതിനെപ്പറ്റി വലിയ സംശയമുണ്ട്. ഇപ്പോൾ ഒരു സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി, സ്വർഗത്തിൽ പോകാനായിട്ട് വളരെ കൊതിച്ച ആർത്തിയോടെ കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ കിട്ടാവുന്ന ആ മറുപടികൾ, ഉത്തരങ്ങൾ വളരെ വിചിത്രമായിരിക്കും. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ വേദപുസ്തകപരമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ നിലവാരം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മിടുക്കനായ വളരെ സാമർഥ്യമുള്ള ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മാർത്തോമ യുവാവ്, അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, മഗ്ദലക്കാരി മറിയ ആരാണ് ചോദിച്ചു. അവൻ പറഞ്ഞു യേശുവിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ള വലിയ വലിയ പഠിപ്പീരും വെക്കേഷൻ ബൈബിൾ സ്കൂളും സൺഡേ സ്കൂളും പിന്നെ അങ്ങ് കൺവെൻഷനും ഇട്ട് നിരക്കി മറിച്ച് ഉഴുത് തെളിയിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഒന്നുമില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒന്നുമില്ല. അപ്പം എസ്തറിൻ്റെ പുസ്തകം പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണെന്ന് ഞാൻ പല ആളുകളോട് പല കോളേജിൽ അഡ്മിഷൻ വരുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ അവസ്ഥ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇടയിൽ ആത്മീകമായ അറിവ് പ്രാപിപ്പാൻ ആർക്കും താല്പര്യമില്ല. അപ്പോഴിങ്ങനെ വലിയ കൺവെൻഷൻ നടത്തുന്നു. മാരാമൺ കൺവെൻഷൻ ലോകത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ്. പിന്നെ അവിടെ കൺവെൻഷൻ, ഇവിടെ കൺവെൻഷൻ, പരസ്പരം മത്സരിച്ചുള്ള കൺവെൻഷൻ. ഓരോ കൺവെൻഷനും പുതിയ പുതിയ പാട്ടുകൾ, ദൂരെ നിന്ന് പ്രസംഗരെ കൊണ്ടുവന്ന് തകർക്കുന്നു, തിമിർക്കുന്നു, വലിയ ശബ്ദമുണ്ടാക്കുന്നു. ഇങ്ങനെ അത് അറിവല്ലയോ എന്ന് ചോദിച്ചാൽ അറിവിനെ കുഴിച്ചു മൂടാനായിട്ടുള്ള ഒരു ശവക്കോട്ടയാണ് ഈ കൺവെൻഷൻ. അനേക കൺവെൻഷനിൽ പ്രസംഗിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ സാക്ഷ്യം ഇതാണ്. അറിവിൻ്റെ ശവക്കോട്ടയാണ് കൺവെൻഷൻ. ആരുമൊന്നും അറിയാനല്ല കൺവെൻഷന് പോകുന്നത്. അതൊരു തൃശ്ശൂർ പൂരത്തിന് ആളുകൾ പോകുന്നത് പോലെ ഒരിളക്കം, എല്ലാവരുടെയും. ഇപ്പം ഒരു മാർത്തോമക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ മാരാമൺ കൺവെൻഷന് പോയില്ലെങ്കിൽ ഏതാണ്ട് ആ വർഷം മുഴുവനും പകിട്ടില്ലാതെ പോകുന്നു എന്ന ഒരവസ്ഥ മാത്രമാണ്. അറിവ് പ്രാപിക്കാനായിട്ട് ആരും കൺവെൻഷനിന് പോകുന്നില്ല. പോയാൽ അത് അർത്ഥശൂന്യമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കണമെന്ന് ഏവരോടും അപേക്ഷിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എല്ലാ മതങ്ങളിലും അത് സംഘടിതമായ ശേഷം സംഭവിക്കുന്നത് അറിവ് പ്രാപിപ്പാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യത്തെ കുറ്റവൽക്കരിക്കുക. ടു ക്രിമിനലൈസ് മാൻസ് ഇന്നേറ്റ് ഡിസയർ ടു നോ. അറിയുന്നത് അവിഹിതമാണ്. നോളജ്, സീക്കിംഗ് നോളജ് ഈസ് ടബു, TABOO, ടബു എന്ന ഒരവസ്ഥയാണ്. അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അപകടകാരിയാണ് എന്ന ഒരു ധാരണ മാത്രമേ മതമേഖലയിൽ, നിങ്ങൾ ഏത് സഭയുടെയും, CSI ആയിക്കൊള്ളട്ടെ, മാർത്തോമായിക്കൊള്ളട്ടെ, യാക്കോബായിക്കൊള്ളട്ടെ, ഓർത്തഡോക്സ് ആയിക്കൊള്ളട്ടെ, കത്തോലിക്കരായിക്കൊള്ളട്ടെ, പെന്തക്കോസ്തുകാരായിട്ട്, അവർ പറയുന്ന, ഓരോ സഭയും പറയുന്ന കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കടുകളൊക്കെ, അതിനപ്പുറത്തോട്ട് നോക്കുന്നവൻ വലിയ ഭീകരനാണ്, അവൻ മത ഉഗ്രവാദിയാണ്, അപകടമാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഏത് സഭയുമായി ബന്ധപ്പെട്ടാലും അന്വേഷിക്കുന്നത് നിഷിദ്ധമാണ്. അത് അന്വേഷിക്കുന്ന അപകടമാണ്. അത് ഇന്നു മുതലേ തുടങ്ങിയതല്ല. എക്കാലത്തും മതമേഖലയിൽ ഈ ഒരു രോഗം, ഈ ഒരു പ്രശ്നം വളരെ കലശലായി സ്ഥിതി ചെയ്തുകൊണ്ടാണ് യേശു പറഞ്ഞത്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താണ്? അന്നും മതപരമായ അന്വേഷണം വെച്ചു പുലർത്തുന്നത് അപകടമാണ്, അത് ദൈവത്തിനെതിരെ മറുതലിക്കുന്നതിന് തുല്യമാണ് എന്ന വലിയ തെറ്റിദ്ധാരണ നിലനിന്നിരുന്നു. ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് മനുഷ്യനെ അടിമയാക്കി പിടിച്ചു കെട്ടി വച്ചിരിക്കുന്നത്. കറവ പശുവിനെ പോലെ
കറക്കുന്നത്. കാരണം അറിവ് അന്വേഷിച്ച് യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി അറിവുകൾ പ്രാപിച്ച് സ്വന്തമായ ആത്മീയ ജീവിതത്തിൻ്റെ നന്മ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തികൾ സഭയുടെ ഇത്തിൽ കണ്ണികളായി നിൽക്കുകയില്ല എന്നൊരു ഭയം കൊണ്ട് ആത്മീയതയുടെ അടിസ്ഥാന ചുമതലയായ അന്വേഷണത്തെ കുറ്റവൽക്കരിക്കുക. സോ ദ പ്രീസ്റ്റ്ലി ക്ലാസ് ക്രിമിനലൈസസ് മാൻസ് ഡ്യൂട്ടി ടു സീക്ക് ആൻഡ് ഫൈൻഡ്. ഞാൻ നിങ്ങളോട് കൈകൂപ്പി ചോദിക്കുന്നു, കഴിഞ്ഞ 20, 30, 40, 50 വർഷങ്ങളിൽ സഭാപരമായ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ അന്വേഷിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണമെന്നൊരു പ്രേരണ അബദ്ധത്തിലെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളോ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഇപ്പോൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നു. ഇപ്പോൾ ശബരിമലയാണെങ്കിലും വേളാങ്കണ്ണി മാതാവാണെങ്കിലും ഇങ്ങനെ ഒത്തിരി ഇടങ്ങളുണ്ട്, ആളുകൾ ഒഴുകുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ 100-ൽ 100 നിലനിൽക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല എന്നതുകൊണ്ടാണ്. അജ്ഞത കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന, രക്ഷപ്പെട്ടു പോകുന്ന കേന്ദ്രങ്ങളാണിവ എന്നത് മനുഷ്യർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഇന്നും 2000 വർഷങ്ങൾക്ക് മുൻപ് സെറ്റിൽ ചെയ്ത ഒരു ഡിബേറ്റില്ലേ, ദൈവം ആ മലയിലാണോ ഈ മലയിലാണോ, ആ ഡിബേറ്റ് ഇപ്പോഴും അതിൽപ്പെട്ട് നിൽക്കുന്നവരാണ് നാം. യേശു നൽകിയ ആ ഒരു അറിവ് പ്രാപിപ്പാൻ ധൈര്യമില്ലാതെ യഹൂദൻ്റെ മലയിലാണോ ശബരിക്കാരൻ്റെ മലയിലാണോ അല്ല കേരളത്തിലുള്ള ശബരിമലയിലാണോ ദൈവം ഇരിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് പോകുവാൻ കഴിയാതെ, ധൈര്യമില്ലാതെ ഇങ്ങനെ യേശു ജനിച്ചതിനപ്പുറത്ത് മാത്രം ജീവിക്കുന്ന, വിശ്വാസത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിക്കുന്ന ശവങ്ങളായിട്ടാണ് വിശ്വാസികൾ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം, അതിൻ്റെ പരിതാപകരമായ അവസ്ഥ ഇവർ തിരിച്ചറിയണം. ആ ഒരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ വല്ല നന്മയും വരും എന്നത് എന്നെ വളരെയധികം പ്രേരിപ്പിക്കുകയും ഹേമിക്കുകയും ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് ഞാൻ ഈ എളിയ ചിന്തകൾ ദൈവനാമത്തിൽ ഏവരുടെയും നന്മയ്ക്കായി സമർപ്പിച്ചുകൊള്ളുന്നു.